ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോവളത്തിനടുത്തുള്ള സാഗര ബീച്ച് റിസോർട്ടിലാണ്. ഇതൊരു 3-star ഹോട്ടലാണ്. ഇവിടെ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് സ്പെഷ്യലായിട്ട് ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി ഇവർ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. സോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സാഗര ബീച്ച് റിസോർട്ടിലാണ്. ഇവർ 3 ബ്രദേഴ്സാണ് ഇതിൻ്റെ ഓണേഴ്സ്. ഇവർ ഒരുമിച്ച് ഇങ്ങനെ ജോളിയായിട്ട് ഒരു റിസോർട്ട് നടത്തിക്കൊണ്ട് വരികയാണ്. ഹീസ് ദ മാനേജർ. ആൻഡ് ഞങ്ങൾക്ക് ടേസ്റ്റ് ഓഫ് കേരളയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങൾ എപ്പോഴും അടിപൊളി ഭയങ്കര യുണീക്കായിട്ടുള്ള എവിടെയും കാണാത്ത പോലത്തെ സാധനങ്ങളൊക്കെ ചില സമയത്ത് ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങളുടെ റിസോർട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. സോ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന്? ഞങ്ങളുടെ ഷെഫ് നിങ്ങൾക്ക് വേണ്ടി ഹീസ് ഗോയിങ് ടു ഗിവ് യു സംതിങ് ന്യൂ ആൻഡ് വെറൈറ്റി that he will show you there only. അതായത് ഭയങ്കര വെറൈറ്റി ഐറ്റം. അപ്പം എന്തായിരിക്കും മെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ വേണ്ട, അതൊരു സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ. അപ്പം അതിന് മുമ്പ് നമുക്ക് ഈ സ്ഥലം ഒന്ന് എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അത് അടിപൊളി റിസോർട്ടാണ്. ഞാൻ ഇപ്പോൾ എത്തിയേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഓക്കെ. അപ്പോൾ നമുക്കിനി ഈ ബീച്ച് റിസോർട്ട്, എല്ലാവർക്കും റിസോർട്ടിൽ താമസിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ എന്താ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ, ഒരു റിസോർട്ടിൽ താമസിക്കണം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോവളത്തിനടുത്തുള്ള സാഗര ബീച്ച് റിസോർട്ടിൽ വരാം. ഇവിടെ താമസിക്കുക. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര വെൽക്കമാണ്. ആദ്യം തന്നെ ജ്യൂസൊക്കെ തരും, ഇങ്ങനെ കുങ്കുമൊക്കെ വെച്ച് തരും. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വരാം. ഇനി ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചൊന്നും അറിയാമല്ലോ. ഇനി എവിടെ ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കോവളം ഒരു ഇന്റർനാഷണൽ ഫേമസ് ബീച്ച് റിസോർട്ടാണ്. ഫോറിനേഴ്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്നത്. 90% യൂറോപ്യൻസ് ആയിരുന്നു. ബട്ട് ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് മുമ്പ് നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോവളം കാണാൻ വരുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടായതുകൊണ്ടായിരിക്കാം ഇവർ വരുന്നത്. പക്ഷേ വരുന്നവരെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് ആരെങ്കിലും ഹാപ്പി അല്ലാണ്ട് പോകും? തീർച്ചയായിരിക്കും. അപ്പൊ നിങ്ങളുടെ അടിപൊളി സാധനങ്ങൾ, അത് കഴിക്കാൻ കൊടുക്കുന്ന സാധനങ്ങളും കൂടി ആയിരിക്കും അവരെ സന്തോഷിപ്പിക്കുന്നത്. മാത്രമല്ല കംപ്ലീറ്റ് സാറ്റിസ്ഫൈങ്, ടോട്ടലി എൻജോയ്മെന്റ് ആണ്. ഇവിടുത്തെ വേറെ ഫെസിലിറ്റീസ്, റൂംസിനെ കുറിച്ചൊക്കെ? ഇതൊരു 3-star റിസോർട്ടാണ്. ഞങ്ങൾക്ക് 92 റൂംസ് ഉണ്ട്. എല്ലാ റൂംസും ബീച്ച് വ്യൂ ആണ്. 92 റൂംസ്. എല്ലാ റൂം എയർ കണ്ടീഷൻ ആണ്. 2 സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആയുർവേദ റിജുവിനേഷൻ തെറാപ്പി സെന്റർ ഉണ്ട്. ആക്ടിവിറ്റീസ് ഉണ്ട്. ബീച്ച് തൊട്ടടുത്താണ്. ലൈറ്റ് ഹൗസ് അടുത്തുണ്ട്. മറൈൻ അക്വേറിയം തൊട്ടടുത്തുണ്ട്. അങ്ങനെ വെറൈറ്റി ഓഫ് സാധനങ്ങൾ അടുത്തടുത്ത്. അങ്ങനെ ഒരു കൊച്ചു സ്വർഗം തന്നെയാണ് ഇതിന്റെ. ഈ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ ഈസ് ഡൺ ബൈ ദ വെരി ഫേമസ് ലാറി ബേക്കർ ആൻഡ് ദിസ് ഈസ് ഹിസ് യുണീക് പ്രോജക്റ്റ് ഇൻ കേരള. ആൻഡ് അത്രയും നല്ലൊരു ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുകയാണ്. പീപ്പിൾ മേ ലവ് ദിസ് കൈൻഡ് ഓഫ് ആർക്കിടെക്ട് that we are having it here. അപ്പോൾ ഇത്രയും ഡെഡിക്കേഷനോടെ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റിസോർട്ടാണ്. ഇത് എത്ര വർഷമായി ഈ റിസോർട്ടിന്? ഇപ്പോൾ 3 ഇയേഴ്സ് ആയി റെനോവേറ്റ് ചെയ്തിട്ട്. ഈ 3 ബ്രദേഴ്സും ഫുൾ ഫ്രണ്ട്സ് ആണ് അല്ലേ? ഇവിടെ വന്നു പോകുന്നവരൊക്കെ ഫ്രണ്ട്സ് ആയിട്ടാണ് തിരിച്ചു. 3 മസ്കിറ്റീസ്. അപ്പോൾ ഈ 3 മസ്കിറ്റീസ് എനിക്ക് വേണ്ടി ഇന്ന് ആദ്യം ഈ റിസോർട്ട് കാണിച്ചു തരാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് കിച്ചണിലേക്ക് പോവാം. ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്താണെന്ന് നോക്കാം. ഹായ്, അപ്പം സാഗര ബീച്ച് റിസോർട്ടിലെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡിഷ് ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല, ഞാനാണ്. നിങ്ങൾ പേടിച്ചോ അല്ലേ? ഞാൻ ചുമ്മാ അറിയാം. നമുക്കിന്ന് ഇവിടെ ഒരു ഷെഫുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊപ്പി ഞാൻ അടിച്ചു മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സർ, ഇദ്ദേഹത്തിൻ്റെ പേര് ഷിജോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കനാണ്, അഥവാ ചിക്കൻ ഹൈദരാബാദി. എങ്ങനെ പറഞ്ഞാലും ഇത് ചിക്കനാണ്. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ഹൈദരാബാദിൽ നിന്ന് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി ചേട്ടൻ ആ തൊപ്പി വേണമെങ്കിൽ മാറ്റിക്കോട്ടോ. എനിക്ക് തൊപ്പി എന്തിനാണ് വെക്കുന്നത് ആക്ച്വലി? ഇതിപ്പോൾ നമുക്ക് മുടിയൊന്നും നമുക്ക് ഫുഡിലുണ്ടാക്കുന്ന ഫുഡിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ വീട്ടിൽ ഹോം മെയ്ഡ് ഫുഡിൽ അപ്പം നമ്മുടെ അമ്മമാർ ഒരിക്കലും ഇത് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു സ്റ്റാർ ഹോട്ടലല്ലേ, നമുക്ക് ഡെസിഗ്നേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിന് ക്യാപ്പ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഡെസിഗ്നേഷൻ അനുസരിച്ചാണ് ക്യാപ്പ്. ഓക്കെ. അപ്പോൾ നമുക്കിനി ചിക്കൻ ഹൈദരാബാദി എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ചിക്കൻ, ഫ്രഷ് ചിക്കനാണ്. 300 ഗ്രാം ചിക്കന്. ഇത് സ്ലൈസ്ഡ് ഓനിയൻ സ്ലൈസ് ചെയ്യുക. സ്ലൈസ്ഡ് ഓനിയൻ, അതായത് സ്ലൈസ്ഡ് ടൊമാറ്റോ. ഇത് കൊറിയാണ്ടർ ലീവ്സ്, പാലക് പേസ്റ്റ്, പാലക്കിന്റെ ഇലയില്ലേ അത് പേസ്റ്റ് ചെയ്തിട്ട്, പാലക്ക് നമ്മൾ ചീര പേസ്റ്റ് ചെയ്തിട്ട് അരച്ചെടുത്തിരിക്കുക. വെള്ളം ഒഴിക്കും. നമ്മളിത് ബോയിൽ ചെയ്യും. ഫ്രഷ് ചീര വാങ്ങിയിട്ട് അങ്ങനെ ബോയിൽ ചെയ്തിട്ട് അത് അരക്കുന്നതാണ്. അത് പേസ്റ്റ് ആക്കി. മൈലാഞ്ചി പോലെ. ഇത് ഗ്രീൻ ചില്ലി, പച്ചമുളക്. ഇത് വെജിറ്റബിൾ ഓയിലാണ്, വെജിറ്റബിൾ ഓയിൽ. ഇത് ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞ് ചോപ്പിയാന്ന് ഞങ്ങൾ ചോപ്പിയാന്ന് പറയും. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, ഇത് രണ്ടും. ഇത് വെളുത്തുള്ളി, ഇത് ഇഞ്ചി. പിന്നെ ഇത് ജീരകം. ഇത് ആ ജീരകം പൊടിച്ചതാണ്, ചൂടാക്കിയിട്ട് പൊടിച്ചു. ഇത് ഗരം മസാല. ഇത് ഇത് മല്ലിപ്പൊടി. ഇത് മഞ്ഞൾപ്പൊടി.
പിന്നെ ഉപ്പ് പിന്നെ അതുപോലെ തന്നെ ഇത് കാഷ്യൂ പേസ്റ്റ് ഇല്ലേ, കാഷ്യൂനട്ട് കാഷ്നട്ടിന്റെ നമ്മൾ ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പേസ്റ്റ് ആക്കും. അത്രയും റിച്ച് ആണല്ലേ? റിച്ച് ആണ്, കാരണം ഇത് റിച്ച് ഫുഡാണല്ലോ. ഒരു ഹൈദരാബാദി ചിക്കൻ. അപ്പൊ നമുക്ക് എങ്ങനെയാ ഇത്രയും ചിക്കൻ ഉണ്ടാക്കാൻ ഇത്രയും സാധനം? ഇല്ല, ഇത്രയും വേണ്ട. ഇതിപ്പോൾ നമ്മൾ 300 ഗ്രാം ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു 150 ഗ്രാം ഓനിയന്. അങ്ങനെ അപ്പൊ നമുക്ക് അതിന്റെ അളവ് ഇപ്പം ചെയ്യുമ്പോ കാണിച്ചപ്പോ കാണിക്കാം. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം അടുപ്പ് കത്തിക്കുക. ഞങ്ങൾ എല്ലാ എപ്പിസോഡിലും നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്, ഒരിക്കലും മറക്കരുത്. ആദ്യം അടുപ്പ് കത്തിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് വെജിറ്റബിൾ ഓയിൽ, നമ്മൾ പാൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ വെജിറ്റബിൾ ഓയിൽ ആദ്യം ഒഴിക്കുക. ഓക്കെ, എത്രയാ ഒഴിക്കുന്നത്? നമ്മളൊരു 20 ml, അതായത് 2 ടേബിൾ സ്പൂണ്. ഓക്കെ. അത് കഴിഞ്ഞാൽ ഇത് ചൂടായി കഴിയുമ്പോൾ കുമിൻ സീഡ്, ജീരകം, കുറച്ച് ജീരകം, അതായത് അര ടീസ്പൂൺ ഗാർലിക്. പിന്നെ നമ്മളിപ്പോൾ വെളുത്തുള്ളി 1/2 ടീസ്പൂൺ ഇട്ടു. ഇനി ഇഞ്ചി സെയിം 1/2 ടീസ്പൂൺ, ഏകദേശം സെയിം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം തീ കുറച്ച് വെക്കട്ടെ. ഓക്കെ, ഇനി ഉള്ളി എത്ര വേണമെങ്കിലും ഇടാം. അല്ല, ഇന്ന് 150 ഗ്രാം ഉള്ളി. 150 ഗ്രാം ഉള്ളി. 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 300 ഗ്രാം ചിക്കൻ ആയിട്ട് 150 ഗ്രാം. അപ്പോൾ ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു, പിന്നെ നമ്മൾ ജീരകം ഇട്ടു, കുറച്ച് ജീരകം, അതായത് ഒരു അര ടീസ്പൂൺ ജീരകം, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി രണ്ടും 1/2 ടീസ്പൂൺ വീതം ഇട്ടു. പിന്നെ നമ്മൾ ഉള്ളി ഇട്ടു, സവാള നീളത്തിലായിരിക്കും. ഇനി ഇത് കുറച്ച് സോട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ ചില്ലി ഇല്ലേ, ഗ്രീൻ ചില്ലി ഇപ്പോൾ ഒരു 2 ഗ്രീൻ ചില്ലി, 2 ഗ്രീൻ ചില്ലി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. എരിവിന് വേണ്ടി നമ്മളിപ്പോൾ ഇത് മാത്രമാണ് മെയിൻ ആയിട്ട്. ഇതാണ് മെയിൻ ആയിട്ട്. ഹൈദരാബാദി പച്ച കളറല്ലേ, അപ്പോൾ നമ്മൾ മുളക് പൊടി അത് ചുവന്നിരിക്കില്ലേ. അതെ, കളറിനെ കുറിച്ച്. അപ്പോൾ കളർ ആണ് ഇവിടെ മെയിൻ. ഇളക്കുന്നോ? ഞാൻ ഇളക്കാൻ ബെസ്റ്റാണ്, ഞാൻ ഭയങ്കര എക്സ്പെർട്ടാണ്. കണ്ടില്ല, ഞാൻ ഇളക്കിയ ഹൈദരാബാദി ചിക്കൻ. അപ്പൊ ഇത് ഇനി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കണം അല്ലേ? ബ്രൗൺ കളർ ആവുന്നവരെ. അപ്പൊ എനിക്ക് പണി തന്നിരിക്കുകയാണ്. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അത് ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ്? കുറച്ച് ഒരു 2 ഗ്രീൻ ചില്ലി കിട്ടാൻ മതി. 2 ഗ്രീൻ ചില്ലി സ്പൂൺ, 2 നീളത്തിലരിഞ്ഞ. അപ്പൊ ഇത് ആക്ച്വലി ഇത് ഒരെണ്ണല്ലേ? ഒന്നുകൂടെ ഇനി 2 കൂടെ ഇടാം. ഓക്കെ, എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ആവാം. ഇതിൻ്റെ എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻ ചില്ലിയുടെ എരിവേ ഉള്ളൂ. നമ്മൾ സാധാരണ മസാല വേറെ ഒന്നും എരിവില്ലാത്ത മസാലയാണ് എല്ലാം ഉള്ളത്. പിന്നെ ഇനി എന്താണ്? ടൊമാറ്റോ കൊടുത്ത്. ടൊമാറ്റോ ഇത് എത്രയാണ്? ഉള്ളിയുടെ സെയിം അളവാണോ? സെയിം ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ അത് ഒരു തക്കാളി എന്നുള്ള അളവാണ്. ഒരു തക്കാളി, ഒരു വലിയ തക്കാളി. നല്ലോണം സോട്ടാണ്, അല്ലാതെ പച്ച ടേസ്റ്റ് ഉണ്ടോ അതിന്? അപ്പൊ ചേട്ടൻ എത്ര വർഷമായി ഇവിടെ ഇളക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായി. ചേട്ടാ, ഈ ഹൈദരാബാദി ചിക്കൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നാണ്? അത് ഹൈദരാബാദി എന്ന് പറയുമ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് പാലക്കാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. പിന്നെ സ്പൈസി ഡിഷായിരിക്കും, നല്ല എരിവുണ്ടാവും അതിന്. കാരണം നമ്മൾ പച്ച കളറാണെങ്കിൽ നല്ല എരിവായിരിക്കും, നല്ല എരിവും പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. മാത്രമല്ല ഹൈദരാബാദീസ് എല്ലാവരും വളരെ എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മളെ പോലത്തെ പാവങ്ങളല്ല അവർ, ഭയങ്കര എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷെ അവിടുത്തെ ഫുഡ് അതേപോലെ ടേസ്റ്റിയാണ്. ടേസ്റ്റി ഫുഡാണ്, പിന്നെ റിച്ച് ഫുഡാണ്, ഹെൽത്തി ഫുഡുമാണ്. കുറേ നേരമായി ഇളക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? ഇനി കുറച്ച് നേരം കൂടി വേണം അല്ലേ? കുറച്ച് എന്താ നല്ല ശരിക്കും ഇതാവണം, അല്ലെങ്കിൽ അത് അങ്ങനെ ഓനിയൻ അവിടെ അങ്ങനെ കഴിക്കും. അപ്പം ഞാൻ കുറേ നേരം കൂടി ഇനി ഇളക്കും. ഹൈദരാബാദി ചിക്കൻ ഇത് സോട്ടായി കേട്ടോ, ഓനിയനും നമ്മൾ ടൊമാറ്റോ സോട്ടായി. അപ്പം നമുക്ക് മസാല ഇടാം. മസാല ഉണ്ടല്ലോ, ഗരം മസാല എടുത്തു. അത് ഗരം മസാല അല്ലേ ഇത്? ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ആദ്യം മഞ്ഞൾപ്പൊടി ഇടണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. 1/2 ടീസ്പൂൺ. പിന്നെ നമ്മളിത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മളിത് ജീരകം പൊടിച്ചത്, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ ഇടുന്നു. ഓക്കെ, നമ്മൾ ശരിക്കും ഇത് ഇട്ട മസാലയില്ലേ ശരിക്കും സോട്ടാവണം, നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട്, എങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ പച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. പാലക്കിൻ്റെ പേസ്റ്റ് ഇടുന്നു. ഇപ്പോൾ ഇടുവാണോ? ഇടുക. ഹായ്,
ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ പേര് നമ്മളുടെ ചുറ്റും നിൽപ്പുണ്ട്. കണ്ടോ, നോക്കി, ഇവിടെ ഫുൾ ഫോറിനേഴ്സ് ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ ഇത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ളവരാണ് ഇവിടെ വന്ന്. വെള്ളം ഓക്കെ, ഇത് ചൂടുവെള്ളം. ചൂടുവെള്ളമാണ്, കാരണം വേഗം ഇത് ഇതാകാൻ പറ്റും. തണുത്തുള്ള ഒഴിച്ചാൽ തണുത്തു പോയല്ലേ. എത്ര വെള്ളം വേണം? നമ്മളൊരു പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. മതിയോ? കുറച്ചുകൂടെ ഒഴിക്കും. മതിയോ? മതി. ഓക്കെ, അപ്പൊ ചൂടുവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാം. പച്ചക്കളറായല്ലോ. അപ്പൊ നമ്മൾ എത്ര പാലൊക്കെ ഇട്ടത്? പാലൊക്കെ ചീര പേസ്റ്റ് 200 ഗ്രാം ചീര. അതായത് എത്ര ടേബിൾ സ്പൂൺ? 3 ടേബിൾ സ്പൂൺ. 3 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ ചീര അരച്ചത്. ഇപ്പൊ തന്നെ ഒരു ഗ്രീൻ കളറായി, സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ഇനി എന്താണ് നമ്മൾ മിസ് ചെയ്തത്? ഇനി നമ്മൾ ചിക്കൻ എടുത്തില്ല. നമ്മുടെ ചിക്കൻ നമ്മൾ ബോൺലെസ് പീസായിട്ട്, അതായത് എല്ലില്ലാതെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇത് വേഗം വേണ്ടിയാണ്. എല്ലില്ലാതെ കട്ട് ചെയ്ത് വെച്ച് തിന്നായിട്ട് നമ്മുടെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു. നല്ല 300 ഗ്രാം ചിക്കൻ ആണ് നമ്മളിപ്പോൾ ഇതിലിട്ട്. 300 ഗ്രാം ചിക്കൻ, അതായത് ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നത്. അത് എനിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇനി സമയം എടുക്കും. നമ്മൾ കറി ഏകദേശം കുറച്ച് റെഡി ആവാനുണ്ട്. കുറച്ച് ടൈം എടുക്കും. നമുക്കിപ്പോൾ അതിനെ കറി ഗാർണിഷ് ചെയ്യണ്ടേ സൈഡിൽ? അതെ, അറിയാം. ഗാർണിഷ് ശരി, എനിക്കൊരു സാധനം ഉണ്ടാക്കാനുണ്ട്. ചേട്ടൻ എന്താ ഉണ്ടാക്കാൻ പോണേ? ഞാനൊരു ഫ്ലവർ, ടൊമാറ്റോയും കൊണ്ട് ഒരു ഫ്ലവറും ടൊമാറ്റോയുടെ ഗാർണിഷ്. ഞാനും ഒരു സാധനം ഉണ്ടാക്കാം. അതെന്താന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാനൊരു ടൊമാറ്റോയും കൊണ്ട് ഒരു ഫ്ലവർ, ഒരു പൂ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അത് ബേസ് ആയി വരും. അങ്ങനെ വെച്ചാൽ മതി. അപ്പൊ എന്റെ കൊട്ടയും ഒരു പൂവും. ഇത് കൊട്ട ഇരിക്കണമെങ്കിൽ ഞാൻ അടിവശത്ത് ചേർത്ത് കട്ട് ചെയ്ത് വിട്ടാൽ എന്റെ കൊട്ട ഇപ്പൊ നിന്നല്ലോ. അപ്പൊ നമ്മുടെ കറി റെഡിയായി കേട്ടോ. നന്നായിട്ട് വെന്തു. നമുക്ക് ഫൈനൽ ടച്ചിലേക്ക് പോകാം. നമ്മുടെ കൊട്ട വെക്കുന്നത്. കൊട്ട നമ്മൾ കുറച്ച് കാജു പേസ്റ്റ്, കുറച്ച് കാഷ്യൂനട്ടിന്റെ പേസ്റ്റ് കുറച്ച് തിക്കാവാൻ വേണ്ടി കുറച്ച് ചേർക്കണം. ഇത്രയും മതിയോ? ഇത്രയും മതി, കാരണം ഇത് ഓൾറെഡി തിക്കുണ്ട്. നല്ല അര ടീസ്പൂൺ കാഷ്യൂനട്ട് പേസ്റ്റ് ആണ് നമ്മൾ ഒരു അര ടീസ്പൂൺ ഇടുന്നുള്ളൂ. ഇത് തിക്ക് ആവാൻ വേണ്ടിയാണ്. പിന്നെ ഫൈനൽ ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ ഫ്രഷ് ക്രീം ഇത് വാങ്ങിക്കാൻ കിട്ടും, കടകളിൽ വാങ്ങാൻ കിട്ടും. അത് നമ്മൾ ഒഴിച്ച്. അത് എത്ര അളവ്? ഒരു ഇത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഫൈനൽ ടെസ്റ്റ് ആണ്. ഇപ്പൊ ഒരു നല്ലൊരു ലുക്കും വന്നില്ലേ? പിന്നെ നമ്മൾ 2 ടൊമാറ്റോ കട്ട് ചെയ്ത് നമ്മൾ ടൊമാറ്റോ ക്യൂബ്സ് ഇടാം. ക്യൂബ്സ് ടൊമാറ്റോ നമ്മൾ ഏതാ ഫ്ലവർ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ടൊമാറ്റോ വേസ്റ്റ് ആയി കളയേണ്ടത് ഇത് കട്ട് ചെയ്യാം. ലോങ് ആയിട്ട് കട്ട് ചെയ്ത് ഗാർണിഷ് പോലെ കറിക്കുള്ളിൽ അതിന് എടുത്തിട്ട് കറിക്കകത്തിരുന്നു. കറി റെഡിയാണ് നമ്മുടെ. അപ്പോൾ ഒരു കളർ, ഒരു പച്ച ഗ്രീൻ. അപ്പോൾ ഇത് ഒരാൾ കഴിക്കുമ്പോൾ ഫ്രഷ് ടൊമാറ്റോയും ഇതൊക്കെ ആകുമ്പോൾ ഒരു വെറൈറ്റി. ഗ്ലാസ് ബൗളിലൊക്കെ സെർവ് ചെയ്യാം. കൈ മാറ്റിക്കണം, ചൂടുണ്ട്. താഴെട്ടേക്കല്ലേ? ഇല്ല, ഇത്ര നേരം എൻ്റെ അധ്വാനം ചുമ്മാ വേസ്റ്റ്. ഇല്ല മോനെ, ഞാനിത് താഴെ ഇടില്ല. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി ഒരു വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത്. അപ്പോൾ ഇനി സെർവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, വലിയ പീസ് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ പീസ് നോക്കി എടുക്കുക. മതി കുറച്ചുകൂടി അത്ര. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. എന്ത് സോഫ്റ്റാണ്, ഭയങ്കര. അങ്ങനെ തൊട്ടപ്പോഴേക്കും ഇങ്ങനെ പൊടിങ്ങൊക്കെ വരുന്നു. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ആരും കൊതി വിടരുത്. പേരെന്താന്ന് പറയാം? എൻ്റെ പേര് ഷിജോ. ചേട്ടൻ്റെ പേര് പോലെ തന്നെ സൂപ്പർ.
ഇതിപ്പം മറ്റേ പടത്തിൽ പറഞ്ഞതിലും ഉണ്ട് സാമ്പാർ എങ്ങനെയുണ്ട് ചേട്ടനെ പോലെ താടി മീശയും സാമ്പാറിനുണ്ടോ? ഇല്ല ചേട്ടാ, സത്യമായിട്ട് ഒരു അടിപൊളി ഒരു ഹൈദരാബാദി ചിക്കൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് പറയുക, ഗ്രേവിയാണ് എനിക്ക് ഇഷ്ടമായത്. ഗ്രേവി നല്ല ടേസ്റ്റി ഗ്രേവിയാണ്, അത് റിച്ച് ഗ്രേവിയാണല്ലോ. അപ്പൊ പിന്നെ ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഗ്രേവി മാത്രം ഇതിന്റെ ഗ്രേവിയാണ് ഇത് ഫേമസ് ആയിട്ടുള്ളത്. അതായത് നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിക്കൻ പൊട്ടിച്ചിട്ട് ഗ്രേവിയിൽ നല്ലപോലെ ഇങ്ങനെ മുക്കി എടുത്തിട്ട് വേണം, ഗ്രേവിയോടെ വേണം കഴിക്കാൻ. ഗ്രേവിയോടെ കഴിക്കുമ്പോഴേ അതിന്റെ ആ ടേസ്റ്റ് അത് വരുള്ളൂ.